ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്നീ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾക്ക് വ്യാജൻ ഇറങ്ങിയിട്ടുണ്ടെന്നും വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്നും കേരള പോലീസ്. സമീപകാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതലും ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്നീ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ വഴിയാണ് പണം സ്വീകരിക്കുന്നത്. എന്നാൽ ഈ ആപ്പുകളുടെ വ്യാജനം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണ ഇടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിനു ശേഷം കടന്നുകളയുകയും ചെയ്യുന്നതാണ് രീതി. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പണം അക്കൗണ്ടിൽ വന്നു എന്ന് ഉറപ്പിക്കാൻ സ്ഥാപന ഉടമകൾ ശ്രദ്ധിക്കാറില്ല. വ്യാജ ആപ്പുകൾ എല്ലാ രീതിയിലും ഒറിജിനലുമായി സമാനമായി പ്രവർത്തിക്കുന്നതിനാൽ ഒറ്റനോട്ടത്തിൽ ഇത് വ്യാജനാണെന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇടപാട് വൈകുന്നതെന്നും വിശ്വസിപ്പിക്കുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിലെത്തിയെന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. അല്ലാത്തപക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യതയേറെയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാഫിക് നിയമം ലംഘിച്ചു എന്ന് കാണിച്ച് വാട്സാപ്പ് നമ്പറിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ചു നടത്തിയ തട്ടിപ്പിൽ നിരവധി പേരാണ് കുടുങ്ങിയത്. ഇത്രയും നാൾ ഇംഗ്ലീഷിൽ വ്യാജ സന്ദേശം അയച്ചായിരുന്നു തട്ടിപ്പ്. ഇപ്പോൾ മലയാളത്തിലും സന്ദേശം അയച്ച് തട്ടിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഫേക്ക് SMS കൂടി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഈ ഫേക്ക് SMS നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൽ ഞാനിപ്പോൾ പറയാം. ഫേക്ക് SMS വരുമ്പോൾ അതിലെ ഒരു APK എന്ന ഒരു വാക്ക് ടോപ്പിൽ എഴുതിയിട്ടുണ്ടാവും. APK ഫയൽ എന്നുള്ളത് ഒരു ഡേഞ്ചറസ് ഫയലാണ്. ആ ഫയൽ നമ്മൾ തൊട്ടി കഴിഞ്ഞാൽ ഒരു ആപ്പ് ഡൗൺലോഡ് ആവും. APK ആപ്പ് ഡൗൺലോഡ് ആവും നമ്മുടെ മൊബൈൽ ഫോണിലോട്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മുഴുവൻ കോംപ്രമൈസ് ആവും. നമ്മുടെ ഡേറ്റ മുഴുവൻ അയച്ച ആൾക്കാർക്ക് കിട്ടും. അതുവഴി അവർ നമ്മളെ ഡേറ്റ മൊത്തം അവർ മനസ്സിലാക്കി നമ്മളെ പേയ്മെന്റ് മുഴുവൻ വേറെ ഒരു റൂട്ടിലോട്ട് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് APK ഫയൽ ഡൗൺലോഡ് ചെയ്യണം, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു SMS ആണ് നമ്മൾ മനസ്സിലാക്കണം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജൂനിയർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നേരിട്ടുള്ള റിക്രൂട്ട്മെന്റാണ് നടത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ തൃശൂർ ജില്ലയിലായിരിക്കും നിയമിക്കുക. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് ജൂനിയർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 62,000 രൂപ വരെ ശമ്പളം ലഭിക്കും. പരമാവധി പ്രായപരിധി 28 വയസ്സാണ്. SC/ST ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി 5 വയസ്സ് വരെ പ്രായപരിധിയിൽ ഇളവുണ്ടാകും. ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 26 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, എഴുത്തുപരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. ജനറൽ വിഭാഗത്തിലുള്ളവർ അപേക്ഷാ ഫീസായി 500 രൂപയും SC/ST വിഭാഗത്തിലുള്ളവർ 200 രൂപയും അടയ്ക്കണം. ഒരിക്കൽ അപേക്ഷാ ഫീസ് അടച്ചാൽ ഒരു സാഹചര്യത്തിലും അത് തിരികെ ലഭിക്കില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നദീതീരങ്ങളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവന്ന അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകൾക്ക് മഴയോടനുബന്ധിച്ച് ഓറഞ്ച് അലർട്ടും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്ക് മഴയോടനുബന്ധിച്ച് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവല്ല കുന്നംതാനത്ത് കിൻഫ്ര പാർക്കിൽ മെയ് 24 ശനിയാഴ്ച സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന തൊഴിൽമേളയിൽ സെയിൽസ് മാനേജർ, മെക്കാനിക്ക്, പൈത്തൺ ട്രെയിനർ, ഷോറൂം മാനേജർ, മോട്ടോർ ടെക്നീഷ്യൻ തുടങ്ങി 100-ലേറെ അവസരങ്ങളാണ് ഉള്ളത്.